രാവിലെ എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ പാസ്സാക്കിയപ്പോഴത്തേക്കും കുളിര് കോരിയിട്ടാണെങ്കിൽ പാടില്ല കേട്ടോ, ഇന്നൊന്ന് സുന്ദരിയായിട്ട് പുറത്തിറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്കൂൾ അടച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ പൂക്കൾ ഇടാനൊക്കെ രാവിലെ തന്നെ ഇവർ എഴുന്നേറ്റ് നല്ല ഉത്സാഹമായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് അമ്മയൊന്ന് പൊക്കെ അമ്മേ, സ്കൂളില്ലല്ലോ, ഞങ്ങളൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ എന്നാണ് അവരെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. എന്നാൽ പാവം പിള്ളേരവിടെ കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തന്നെ അങ്ങ് പൂവൊക്കെ പറിക്കാനൊക്കെ പോയി. ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം 3-4 ദിവസം മുന്നേ നമ്മൾ പൂക്കളിട്ട് ായിരുന്നല്ലോ, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം അതെല്ലാം ചീഞ്ഞ് നാറി പുഴുത്ത് കിടപ്പുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്ത് കുറേ നമ്മുടെ പൂത്തറയൊക്കെ ഒലിച്ചു പോയി. അങ്ങനെ മൊത്തം കുളമായി കിടക്കുകയായിരുന്നു. പിന്നെ ഞാനെല്ലാം അടിച്ച് വാരി ഇതാ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി കുഴച്ച് മറിച്ച് സെറ്റാക്കി നമ്മുടെ പൂത്തറയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഉണ്ണിയോട് പറഞ്ഞു, മതി മതി നമുക്കിനി പൂക്കൾ ഇടാൻ എഴുന്നേറ്റ് വായോ എന്ന് പറഞ്ഞിട്ടോ. ഞാൻ തന്നെ താമസിച്ച് എഴുന്നേറ്റ്. പിന്നെ കുറേ നേരം കഴിഞ്ഞ് 10 മണി എങ്ങാണ്ട് ആയപ്പോഴാണ് നിന്ന് നമ്മുടെ പൂക്കളും എല്ലാം ഇട്ട് കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ പൂക്കൾ ഇടുവാണ് കേട്ടോ. അപ്പം കുറച്ച് കാട്ടുപൂക്കളാണ് കൂടുതൽ ഇവിടെ കിട്ടുന്നത്, വേറെ പൂവൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഇവിടെ എന്തോരം പൂവായിരുന്നെന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു. ഞങ്ങളുടെ പൂക്കളൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ അങ്ങ് ഇട്ട് തീർന്നപ്പോഴത്തേക്ക് ഇതാ കുഞ്ഞാമീനെയും യെസുക്കുട്ടിനെയൊക്കെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നിട്ട് പൂക്കൾ ഇട്ടതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത്രയുള്ളേ.